കാനഡയിൽ നിന്നും ഭർത്തൃമതിയായ ഒരു യുവതി ഇമെയിലിൽ ഒരു പരാതി നൽകിയ ഉടനെ പിണറായി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. അദ്ദേഹത്തെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു. സമാനമായ രീതിയിൽ ഇടത് അനുഭാവിയായ PT കുഞ്ഞമ്മദിനെതിരെ ഒരു യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു. ആ കേസിൽ 2 ആഴ്ചയായിട്ടും പിണറായി പോലീസോ ഒരു നടപടിയും എടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ധാർമ്മികമായി ശരിയല്ല. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും. എന്നാൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ CPMലായിരുന്നെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാവില്ല, പോലീസ് കേസുണ്ടാവില്ല. എല്ലാ സംരക്ഷണവും പാർട്ടിയും പാർട്ടി സഖാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സമാനമായ രീതിയിൽ കേസുള്ള മുകേഷ് ഇപ്പോൾ CPMൻ്റെ MLA ആണ്. PK ശശി CPMൻ്റെ നേതാവാണ്. മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ നിയമസഭയിലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ പ്രതികളായ പത്മകുമാറിനെയും വാസുവിനെയും ഇപ്പോൾ CPM സംരക്ഷിക്കുന്നു. ഇവരെയെല്ലാം സംരക്ഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും CPM സംരക്ഷിക്കുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് പിന്നാലെ ആത്മരോഷം കൊള്ളുന്ന CPMൻ്റെ നേതാക്കളെ കണ്ടു. ADM നവീൻ ബാബു വധക്കേസിൽ പ്രതിയായ PP ദിവ്യ അടക്കമുള്ള CPMൻ്റെ നേതാക്കൾ ആത്മരോഷം കൊള്ളുന്നത് കണ്ടു. ഈ ആത്മരോഷം കൊള്ളുന്ന ഒരു CPMൻ്റെ നേതാവും സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഇത്തരം പരാതികൾ വരുമ്പോൾ അതിന് കേസെടുക്കണമെന്നോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നോ ആവശ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി കൊടുത്ത എല്ലാ യുവതികളും ഭർത്തൃമതികളാണ്, ഭരണത്തിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ്. എല്ലാവരും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ മാത്രം സ്വാധീനമുള്ള യുവതികളാണ്. ഇവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. 3-4 വർഷം മുന്നേയുള്ള സംഭവങ്ങളുടെ പേരിലാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഇന്നലെ പരാതി കൊടുത്ത അതേ യുവതി തന്നെയാണ് രാഹുലിന് റൂമെടുത്തു കൊടുത്തത്. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധി സമ്മാനങ്ങളും ഉപഹാരങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. തന്നെ പീഡിപ്പിച്ച ഒരാൾക്ക് ലോകത്ത് ഒരു യുവതിയും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നൽകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ടായിരുന്ന യുവതികളെ സ്വാധീനിച്ച് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി രാഹുലിനെ വേട്ടയാടുന്ന പണിയാണ് ഇപ്പോൾ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ആഴ്ച മുന്നേ കിട്ടിയ പരാതിയിൽ PT കുഞ്ഞമ്മദിനെതിരെ ഒരു നടപടിയെടുക്കാൻ സർക്കാർ കാനഡയിൽ നിന്നും ഒരു ഇമെയിൽ പരാതി കിട്ടിയപ്പോൾ ആ പരാതിയിൽ കേസെടുത്ത് അർദ്ധരാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. കോടതിയിലെത്തിയാൽ ഈ കേസുകൾ നിലനിൽക്കില്ല എന്നത് ഉറപ്പാണ്. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാമെന്നത് മാത്രമാണ് CPMന് ഇതുകൊണ്ടുള്ള ലാഭം. ശങ്കരാടി സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന യുവാക്കളെ, സ്ത്രീകളെ ഉപയോഗിച്ച് അപമാനിക്കുന്ന രീതിയാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ചെയ്തത്. ഇതേ രീതിയിലാണ് സരിതയെ വെച്ച് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്. സരിതയുടെ കേസിൽ കാലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നത്. സമാനമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇപ്പോൾ CPM വേട്ടയാടുന്നത്. സരിതയെപ്പോലുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് CPM കളിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയം കേരള ജനത തിരിച്ചറിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.